എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2613 തന്നെയാണ് നമ്മൾ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആ മൂന്നപ്പത്തിൻ്റെ കാര്യം തന്നെ അല്പം കൂടി നമ്മൾ വിശദമാക്കണം. 2613 പ്രാർത്ഥനയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട 3 ഉപമകൾ വിശുദ്ധ ലൂക്ക നമുക്ക് വേണ്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, നിർബന്ധ ബുദ്ധിയായ സ്നേഹിതൻ നമ്മെ അവിരാമമായ പ്രാർത്ഥനയ്ക്ക് ക്ഷണിക്കുന്നു. മുട്ടുപിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഇപ്രകാരം പ്രാർത്ഥിക്കുന്ന ഒരുവന് ആവശ്യമുള്ളതെന്തും സർവോപരി എല്ലാ ദാനങ്ങളെയും ഉൾക്കൊള്ളുന്ന പരിശുദ്ധാത്മാവിനെയും സ്വർഗീയ പിതാവ് നൽകും. അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മൾ ലൂക്ക 11 പോകാം. അപ്പോൾ ഒന്ന്, ഈ ഉപമ ഈശോ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഉപമയാണെന്ന് മനസ്സിലാക്കണം. സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിച്ചതിന് ശേഷം ആ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്ത് കണ്ട് പ്രാർത്ഥിക്കണം? അപ്പോൾ ഒന്ന്, ഇപ്പോൾ ചിലരൊരു സൂചന പറഞ്ഞത്, ഇത് ഈ അപ്പം കൊടുക്കണ കാര്യം, മനുഷ്യന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കണ അക്ഷരാർത്ഥത്തിൽ തന്നെ എടുക്കണ്ടേ? അങ്ങനെ പണ്ടത്തെ വിശുദ്ധരെല്ലാം അങ്ങനെ പ്രവർത്തിച്ചില്ലേ എന്നെല്ലാം ചോദിക്കാം. അപ്പോൾ ഇത് അങ്ങനെ പ്രവൃത്തിയുടെ ഒരു തലമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. ഇത് പ്രാർത്ഥനയുടെ ഒരു തലമായിട്ട് കാണണം. ഇനി ഇത് മറ്റൊരു ചോദ്യം, ഇത് ഇത്രയും ഇങ്ങനെ വലിയ പണ്ഡിതന്മാരുടെ സഭാപിതാക്കന്മാരുടെ എല്ലാം വ്യാഖ്യാനത്തിന് വിധേയമാക്കേണ്ട ആവശ്യമുണ്ടോ? സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന മാതിരി അങ്ങ് പ്രാർത്ഥിച്ചാൽ പോരെ? തീർച്ചയായിട്ടും നമ്മളെന്താ വിചാരിക്കുന്നത്? സാധാരണ ആളുകൾക്കും ദൈവം വെളിപാടുകൾ തരും. പണ്ഡിതന്മാർക്ക് മാത്രമല്ല. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു വിദ്യാഭ്യാസമില്ലാത്ത പലരുമുണ്ട്. എന്നാൽ അവർക്ക് ഈ പറയുന്ന ഒരു പ്രബോധനങ്ങളും പഠിയാതെ തന്നെ ദൈവം വലിയ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പ്രാർത്ഥനയുടെ. പക്ഷേ എന്നാൽ അവർക്കത് മറ്റുള്ളവരെ പഠിപ്പിക്കണമെങ്കിൽ അവർക്കത് എനിക്കിങ്ങനെയാണ് കർത്താവ് വെളിപ്പെടുത്തി തന്നേക്കണമെന്ന് പറഞ്ഞാൽ അതൊരു പ്രബോധനത്തിൻ്റെ വശമാവില്ല. പ്രബോധനത്തിന് നമ്മൾ പ്രബോധനത്തിൻ്റെ റെഫറൻസോടുകൂടി എടുക്കണം. അപ്പോൾ ഈ പ്രബോധനമൊന്നുമില്ലാതെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിലൂടെ സാധാരണക്കാരായ നമ്മുടെ അമ്മമാർക്കും അമ്മാമ്മമാർക്കും നമ്മുടെ വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ സാധാരണ ആളുകൾക്കെല്ലാം പ്രാർത്ഥനയുടെ വലിയ ആഴങ്ങൾ മനസ്സിലാവുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിൽ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇനി നിർബന്ധമൊന്നുമില്ല എല്ലാവരും ഇതെല്ലാം പഠിച്ചിട്ട് തന്നെ പ്രാർത്ഥിക്കണമെന്ന്. അല്ലാതെ തന്നെ ഈ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ചില അഭിപ്രായങ്ങളെ ക്ലാരിഫൈ ചെയ്യുന്നതാണ്. ഇനി അടുത്തത്, ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടുത്തെ ഒരു വിഷയം. അപ്പോൾ അവിടെ പിതാവ് എവിടെയുണ്ടോ അവിടെ പുത്രനുമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. മറ്റൊരു വശം, ഇത് ത്രിത്വൈക ദൈവ കേന്ദ്രീകൃതമാണ്. വിശുദ്ധ അഗസ്തീനോസിൻ്റെ എല്ലാം വ്യാഖ്യാനത്തിൽ ഈ ഒരു ആശയം കൂടി ചേർന്നിട്ടാണ് നിൽക്കുന്നത്. ത്രിത്വത്തിൻ്റെ 3 ആളുകളും ഒരിക്കലും അവിഭാജ്യമാണ്. അവരെപ്പോഴും ഒന്നാണ്. അതാണ് 3 അപ്പത്തിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. ആ 3 അപ്പത്തെ വിഭജിച്ചിട്ടല്ല, ആ 3 അപ്പത്തെ ഒന്നായിട്ട് തന്നെ കൊടുക്കണം എന്നുള്ള ഒരു വശമുണ്ട്. അതാണ് ഇതിൻ്റെ മറ്റൊരു വശം. നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയെല്ലാം ത്രിത്വൈക ദൈവ കേന്ദ്രീകൃതമാണ്.
അപ്പോൾ ആ ത്രിത്വൈക ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇതിനെ വിഭജിക്കാൻ പറ്റില്ല. ഇപ്പോൾ 1-3 അപ്പം ഇല്ലെങ്കിൽ ഒരപ്പം തായോ എന്ന് പറഞ്ഞ് മേടിക്കാൻ പറ്റില്ല. ഈ 3 അപ്പം തന്നെ വേണം. അപ്പോൾ ആ 3 അപ്പത്തിൽ ആ 3 അപ്പം എന്ന് പറയുന്നത് ത്രിത്വത്തിൻ്റെ രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ദൈവിക ജ്ഞാനമാകാം. ത്രിത്വൈക ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ദൈവിക ജ്ഞാനമാകാം. അതോടൊപ്പം വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 ആളുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ദൈവത്തിൻ്റെ അസ്തിത്വമാകാം. ഇനി എന്തിനു പറയണു? നമ്മൾ എല്ലാ കൊന്ത ചെല്ലുമ്പോഴും കൊന്തയുടെ ആദ്യം, ഇപ്പോൾ മാതാവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ജപമാല. മാതാവിൻ്റെ ജപമാലയുടെ ആദ്യം നമ്മൾ വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് സ്വർഗസ്ഥനായ പിതാവ് എന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന 3 പ്രാർത്ഥനകൾ എന്താണ്? ദൈവപിതാവിൻ്റെ മകളായ പരിശുദ്ധ അമ്മേ, വിശ്വാസമെന്ന പുണ്യമുണ്ടായി ഞങ്ങളെ വളരുന്നതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നിട്ട് താൻ മോറിയും ചേർന്നു കണ്ടോ. രണ്ടാമത്, പുത്രൻ തമ്പുരാൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മേ, ദൈവശരണം കണ്ടോ, പ്രത്യാശ എന്ന പുണ്യമുണ്ടായി ഞങ്ങളെ വളർത്തണേ. ഇനി 3-മത്, റുവാവ് കുശ തമ്പുരാൻ്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മേ, ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി ഞങ്ങളെ വളർത്തണേ കണ്ടോ. അപ്പോൾ ഇവിടെ ആ ത്രിത്വാത്മകതയും, എന്നാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന 3 വ്യക്തികളും, എന്നാൽ ആ 3 വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ 3 ദൈവിക പുണ്യങ്ങളെ നമ്മൾ ആഗ്രഹിക്കുന്നത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അപ്പോൾ ഇത്രയും കൂടി നമ്മൾ ഇതിനോട് മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കി പ്രാർത്ഥിക്കുമ്പോൾ കൊന്ത ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കൊന്ത ചെല്ലുന്നതിന് നമ്മൾ ഒരുപാട് നിയോഗങ്ങളൊക്കെ വയ്ക്കാറുണ്ടാകാം. എന്നാൽ ഏറ്റവും പ്രധാന നിയോഗം എന്താ? ആ നിയോഗം ആദ്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളതങ്ങ് ഓടിച്ച് പ്രാർത്ഥിച്ചു പോകാൻ. റുവാവിശാമ്പരാൻ്റെ മണവാട്ടിയായ പരിശുദ്ധമേ, ഞങ്ങൾക്ക് ദൈവസ്നേഹം തോന്നുണ്ടായിരിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ അങ്ങ് ഓടിച്ചു പോകാതെ ഇത് അത്യാവശ്യം വേണ്ട 3 കാര്യമാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഓക്കെ, ചെയ്താ എനിക്ക് 3 അപ്പം വായ്പ തരിക. അപ്പോൾ വായ്പ തന്നിട്ട് എപ്പോഴാണ് നമ്മൾ തിരിച്ചു കൊടുക്കണേ? അപ്പോൾ ഇത് നിത്യജീവൻ്റെ അനുഗ്രഹമാണ്. നമുക്ക് ഒരാൾക്ക് നിത്യജീവൻ ലഭിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ നിത്യജീവൻ ലഭിക്കാൻ വേണ്ടിയുള്ള ഈ 3 പുണ്യങ്ങൾ നമ്മളിലേക്ക് ദൈവം വായ്പയായിട്ട് തരുന്നത് കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തി ദൈവത്തിൽ ചെന്ന് എത്തും. അപ്പോൾ നമ്മൾ അവിടെ തിരിച്ചു കൊടുക്കും. നമ്മുടെ ജീവിതം തന്നെ ഒരു വായ്പയാണ്. നമ്മുടെ ജീവിതം തന്നെ, നമ്മുടെ ആത്മാവ് തന്നെ ദൈവത്തിൽ നിന്ന് വായ്പയായിട്ട് തന്നിരിക്കുന്ന ആത്മാവാണ്. ഇത് നമ്മുടെ സ്വന്തമല്ല. ഇത് നമ്മൾ തിരിച്ച് ദൈവത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ളതാണ്. അതാണ് വായ്പ എന്നുള്ള അർത്ഥത്തിന് എനിക്ക് തോന്നുന്ന ഒരു ഉത്തരം. പിന്നെ മറ്റൊന്ന്, രാത്രിയിൽ വളരെ അർജൻറ്റാണ്. അപ്പോൾ അവിടെ ഒരു യാത്രാമധ്യേ എന്ന് പറയുന്നതിന് ഒരു അർജൻസിയുടെ ഒരു കാര്യം ഉണ്ടാകാനുള്ളൊരു കാരണം ഒരുപക്ഷെ ആ ആത്മാവ് അദ്ദേഹത്തിൻ്റെ യാത്രയുടെ അന്ത്യനിമിഷത്തിലാകാം. അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ ചില ആളുകൾക്ക് ചില സമയത്ത് അതിഭയങ്കരമായ പ്രാർത്ഥനാവേശം വരുന്നുണ്ട്. ആരോ മരിക്കാൻ പോകുന്നു, ആ മരിക്കാൻ പോകുന്ന ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഭയങ്കരമായിട്ട്, ഒരാത്മാവ് മരിക്കാറായിരിക്കുന്ന അല്ലെങ്കിൽ ഈ ലോകം വിട്ട് പോകാതിരിക്കുന്ന അവസ്ഥയിൽ മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി കേഴാറുണ്ട്. ആ സഹായം
വെച്ച് പ്രാർത്ഥിക്കുന്നു. അതൊക്കെ നമ്മൾ കൊന്ത ചെല്ലുമ്പോൾ മറ്റു പ്രാർത്ഥന ഉണ്ടോ? എൻ്റെ ഈശോ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണേ, നരകത്തിൽ ഞങ്ങൾ രക്ഷിക്കണേ, എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കൾ. അപ്പോൾ ആ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കൾക്ക് എന്താണ് അവിടെ വേണ്ടത്? അങ്ങയുടെ കാരുണ്യം വേണം. അതെങ്ങനെ വേണം ആ കാരുണ്യം? ആ കാരുണ്യം എങ്ങനെ അവിടേക്ക് എത്തിക്കും? ഇന്നത്തെ നമ്മുടെ സാമൂഹിക അവസ്ഥയിൽ ഏറ്റവും പ്രധാനമായ ആവശ്യം വിശ്വാസം, ശരണം, വിശ്വാസം, പ്രത്യാശ, സ്നേഹമാണ്. അതിപ്പോൾ വളരെ കൃത്യമായിട്ട് ഞാൻ ഇപ്പോൾ 3-4 ദിവസമായിട്ട് അതിനു മുമ്പേ തന്നെ എൻ്റെ അകത്ത് ഇങ്ങനെ ഈ പ്രാർത്ഥന വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത് വിശ്വാസം വർദ്ധിപ്പിക്കണേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. പക്ഷെ ഇന്നലെ എനിക്ക് കുറച്ചുകൂടി കൃത്യമായിട്ട് മനസ്സിലായത് വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. ആ 3 അപ്പവും ഒറ്റ പാക്കറ്റായിട്ട് നമുക്ക് കിട്ടണം. അത് ത്രിത്വത്തിൻ്റെ രഹസ്യമാണത്. അതിനെ വിഭജിക്കാൻ പാടില്ല. നമുക്ക് 3 കിട്ടിയേ തീരൂ. അതാണ്, അത് 3 ഒന്നിച്ച് കിട്ടണം. ഒരെണ്ണം മാത്രം കിട്ടിയാൽ പോരാ, വിശ്വാസം മാത്രം കിട്ടിയാൽ പോരാ. വിശ്വാസത്തോടൊപ്പം സ്നേഹം കിട്ടിയില്ലെങ്കിൽ ആ വിശ്വാസം കൊണ്ട് പ്രയോജനമില്ല. സ്നേഹം മാത്രം കിട്ടിയാൽ പോരാ, വിശ്വാസമില്ലാത്ത സ്നേഹം കിട്ടിയതുകൊണ്ട് എന്ത് പ്രയോജനം? ഇത് രണ്ടും കിട്ടിയിട്ട് പ്രത്യാശയില്ലാതെ ഇരുന്നിട്ട് എന്താ കാര്യം? അപ്പോൾ ഇത് 3 ഒന്നിച്ച് കിട്ടണം എന്നുള്ള ഒരു വലിയ രഹസ്യം കൂടി ആണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. 3 അപ്പത്തിന് മറ്റൊരു വ്യാഖ്യാനമുള്ളത് നമ്മുടെ ആത്മാവ്, മനസ്സ്, ശരീരത്തിന് വേണ്ട ഭക്ഷണം. ആത്മാവ്, മനസ്സ്, ശരീരം. നമ്മളിൽ 3 അളവുകളുള്ളത്, 3 ഭാഗമാണുള്ളത്. 3നും വ്യത്യസ്തമായ ഭക്ഷണം വേണം. നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണം, മനസ്സിൻ്റെ ഭക്ഷണം, ശരീരത്തിൻ്റെ ഭക്ഷണം. അങ്ങനെ ഒരർത്ഥവും കൂടി അതിനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും വെച്ചുകൊണ്ട് നമ്മൾ ഈ ടോപ്പിക്കിൽ നിന്ന് അടുത്തതിലേക്ക് പോവുകയാണ്. അടുത്തത് എന്താ? അടുത്തത് ഇതിൻ്റെ തന്നെ അടുത്ത സ്റ്റേജാണ്. ഇതിൻ്റെ അടുത്ത സ്റ്റേജ് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. കണ്ടോ? അപ്പോൾ ഈ ചോദിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ പ്രാർത്ഥിക്കാൻ ചില സമയം നിശ്ചയിക്കുന്നു, ഇത്ര സമയത്ത് ഇന്നത് പ്രാർത്ഥിക്കുന്നു, ആ സമയം കഴിഞ്ഞ് നമ്മുടെ ആ പ്രാർത്ഥന കഴിഞ്ഞു. നമ്മുടെ പ്രാർത്ഥനയുടെ ആ ഒരു രഹസ്യത്തിൽ നമ്മൾ ചോദിക്കുന്നത് കിട്ടുന്നത് വരെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. നമ്മൾ എന്തിനു വേണ്ടി ചോദിക്കുന്നുവോ അത് കിട്ടുന്നത് വരെ പ്രാർത്ഥിക്കുക. നമ്മൾ അതിനെ ഇടയ്ക്ക് വിട്ടു പോകരുത്. ഞാനത്തിലൊക്കെ പ്രാർത്ഥിച്ചു, ഇനി കർത്താവ് തരാണ്ടി തരട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. ഇപ്പോൾ ഒരു കുടുംബത്തിലൊരു പ്രശ്നമുണ്ട്. അവർ നമ്മളെ വിളിച്ചു പറഞ്ഞു, അത് സഹോദരി അല്ലെങ്കിൽ സഹോദര, ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, ഞങ്ങൾ തമ്മിൽ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ, അതുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോരം പ്രാർത്ഥിക്കും? നമ്മൾ പറയും, ശരി, ഇന്നത്തെ കുടുംബ പ്രാർത്ഥനയിൽ ഞാൻ ഓർത്തോളാട്ടോ. ഇപ്പോൾ കുടുംബ പ്രാർത്ഥനയിൽ നമ്മളൊരാൾ ഓർക്കും, കൂടി വന്നാൽ ഒരു രഹസ്യം അവർക്ക് വേണ്ടി തന്നെ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കും. അതൊന്നും പോരാ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആവശ്യം, ഒരവസ്ഥ, ആ പ്രാർത്ഥനയുടെ ആവശ്യം എന്താണ് അവിടെ വേണ്ടതെന്നുള്ളത് നമ്മളൊന്ന് ഉൾക്കൊള്ളണം. ആ ആവശ്യം ലഭിക്കുന്നതിന് നമ്മൾ എത്രത്തോളം വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി സ്നേഹത്തോടും കൂടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ ആദ്യത്തെ ഉപമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അടുത്ത ഉപമ. ആദ്യത്തെ ഉപമ അനുസരിച്ച് നമുക്ക് ആ 3 അപ്പം കിട്ടി, വിശ്വാസം, പ്രത്യാശ, സ്നേഹം കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞിട്ടുള്ളതാണ് അടുത്ത ഉപമ. എന്താണ്? ചോദിക്കുന്നവന് ലഭിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. എങ്ങനെ ചോദിക്കണം? അതാണ് നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. എങ്ങനെ ചോദിക്കണം? അതാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ 2.5 ദിവസമായി ആ ചോദിക്കണതിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. കണ്ടോ? നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ലഭിക്കാണ്ട് അവിടെ നിന്ന് പോകരുത്.
ലഭിക്കാണ്ട് അവിടെ നിന്ന് മാറരുത്. അത് ലഭിച്ചേ മതിയാവൂ, ഞങ്ങൾക്ക് തന്നേ പറ്റൂ. അതുപോലെ നിർബന്ധ ബുദ്ധിയിലുള്ള ഒരു ചോദ്യമായിരിക്കണം. 2, അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. അപ്പോൾ ഇവിടെയെല്ലാം വലിയ രഹസ്യമാണ് അന്വേഷിക്കുവിൻ കണ്ടെത്തും എന്ന് പറയുന്നത്. മുട്ടുവിൻ തുറക്കപ്പെടും. അപ്പോൾ ഈ അന്വേഷിക്കലും മുട്ടുവും എല്ലാം ചെയ്യുന്നത് നമ്മൾ ഒരു ഭൗതിക തലത്തിൽ മാത്രം ചിന്തിക്കരുത്. ഇത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കണം, എന്നാൽ ആന്തരികാർത്ഥത്തിലും വ്യാഖ്യാനിക്കണം. ഇവിടെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്, പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് പ്രാർത്ഥനയെക്കുറിച്ചാണ്, ഉപമ പ്രാർത്ഥനയെക്കുറിച്ചാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഭൗതിക വസ്തുക്കൾ തീർച്ചയായിട്ടും കിട്ടും എന്ന് ഈശോ പല സ്ഥലത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ഭക്ഷിക്കും, എന്ത് കുടിക്കണം എന്നുള്ളത്, എന്ത് ഉടുക്കണമെന്നൊക്കെ നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങൾ അതിനെക്കുറിച്ച് ആകുലപ്പെടരുത്. ഇത് 11-ാം അധ്യായമാണ് ലൂക്ക. 12-ാം അധ്യായത്തിലാണ് അത് പറയുന്നത്. ആകുലരാകേണ്ട, നിങ്ങൾ ആകുലരാകേണ്ട. കണ്ടോ, ദൈവപരിപാലനയിൽ ആശ്വസിക്കും. 12:22 വീണ്ടും ശിഷ്യന്മാരോട് ചെയ്യുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കുമെന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കുമെന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവയ്ക്ക് കളപ്പുരകളില്ല, കളപ്പുരയോ ഇല്ല. എങ്കിലും ദൈവം അവയെ തീറ്റിപ്പോറ്റുന്നു. പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഇവിടെ എന്ത് കാര്യത്തിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ ചോദിക്കാൻ പറയണത്? ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ, ത്രിത്വൈക ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ, ത്രിത്വൈക ദൈവത്തെ തന്നെ, ആ ത്രിത്വൈക ദൈവവുമായിട്ടുള്ള നമ്മുടെ ലയനത്തെ, ത്രിത്വൈക ദൈവം നമ്മളിൽ വസിക്കുന്ന അവസ്ഥയെ അന്വേഷിക്കുവിൻ. അതുകൊണ്ട് പെട്ടെന്ന് നമുക്കുണ്ടാകേണ്ടത് നമ്മുടെ ഭൗതികമായ കാഴ്ചപ്പാടിൽ നിന്നും വിട്ട് ദൈവത്തെ തന്നെ അന്വേഷിക്കുക. അതാണ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഈശ്വരനെ തേടി ഞാനലഞ്ഞു, കണ്ടോ, കടലുകൾ കടന്നു ഞാൻ നടന്നു, അവിടെയുമിൽ ഇവിടെയുമിൽ ഈശ്വരൻ, വിജനമായ ഭൂവിലുമിൽ ഈശ്വരൻ. അവസാനം അപ്പോൾ അഗസ്തീനോസ് പിതാവിൻ്റെ മൈ കൺഫെഷൻ അതിലെഴുതിയിരിക്കുന്നത് ഒരു കരച്ചിലാണ്. അദ്ദേഹം കരയുകയാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ പലരിൽ നിന്നും കേട്ടിട്ടുള്ളതാണ്. വിശുദ്ധ അഗസ്തീനോസ് കരയുകയാണ്, ശരിക്കും കരയുകയാണ്. 33 വർഷം ഞാൻ ദൈവത്തെ അന്വേഷിച്ചു, പലതും അന്വേഷിച്ചു നടന്നു. പക്ഷേ ഞാൻ എന്തിനെ അന്വേഷിച്ച് ലോകം മുഴുവനും നടന്നോ, ആ ആൾ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതാണ് അടുത്ത പാട്ട്. എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ. കണ്ടോ, അപ്പോൾ ഇന്നും നമ്മുടെ പ്രശ്നം, നമ്മൾ എന്തോ എല്ലാം അന്വേഷിക്കുന്നു. സകല ദാനങ്ങളുടെയും ഉറവിടം തന്നെയായ പരിശുദ്ധാത്മാവിനെ, ദൈവത്തെ തന്നെ നമ്മൾ കണ്ടെത്തണം. സകല ദാനങ്ങളുടെയും ഉറവിടമായ. അപ്പോൾ ഇവിടെ വരിക, ചോദിക്കുന്നവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മൾ ആന്തരികമായും ദൈവികമായ രഹസ്യങ്ങളിലേക്കുള്ള ഒരു ദാഹമായിരിക്കണം, അന്വേഷണമായിരിക്കണം. അതാണ് ഒരു വിഷയം. അതാണ് ഇതിൻ്റെ അവസാനം ചെന്നെത്തുന്നത്. നിങ്ങളിൽ ഏതൊരു പിതാവാണ്, കണ്ടോ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയെ ബന്ധപ്പെടുത്തിക്കൊണ്ടെന്ന് മറന്നു പോകരുതേ. നിങ്ങളിൽ ഏത് പിതാവാണ് മക്കൾക്ക്
മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക. അപ്പോൾ ഈ മീൻ എന്നുള്ളതൊക്കെ ഭയങ്കര അർത്ഥമാണ്. മീൻ ബൈബിളിൽ രക്ഷയുടെ ഏറ്റവും വലിയ ചിഹ്നമാണ്. മീൻ എന്ന് പറയുന്നത് ബൈബിളിൽ രക്ഷയുടെ ചിഹ്നമാണ്. നോഹയുടെ ജലപ്രളയ കാലത്ത് നോഹയുടെ ജലപ്രളയം രക്ഷയുടെ ചിഹ്നമാണ്. അത് നാശത്തിൻ്റെ ചിഹ്നത്തെക്കാളും രക്ഷയുടെ ചിഹ്നമാണ്. അതിലൂടെ, ആ ജലത്തിലൂടെ രക്ഷിക്കപ്പെട്ടു, ഒരു കുടുംബം രക്ഷിക്കപ്പെട്ടു. അതോടൊപ്പം ആ ജലത്തിൽ മറ്റെല്ലാ ജീവജാലങ്ങളും മരിച്ചെങ്കിലും ഒരു ജീവി മാത്രം മരിച്ചിട്ടില്ല. ഏതാണ് ആ ജീവി? മത്സ്യം. മത്സ്യത്തിന് ഭയങ്കര കുശാലായി. പുതുവെള്ളം നിറച്ച്, ലോകം മുഴുവനും പുതുവെള്ളം, മത്സ്യങ്ങൾ. അത് രക്ഷയുടെ പ്രതീകമാണ്. അപ്പം മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുമോ? ഇത്രയും മതി, ഇതിൻ്റെ കൂടുതൽ വിശദാംശത്തിലേക്ക് പോകണ്ട. നമ്മൾ അതിൻ്റെ ആശയം മനസ്സിലാക്കൂ. അവിടെ ഉദാഹരണം മത്സ്യം എന്ന ഒരു വസ്തുവാണെങ്കിലും ആ മത്സ്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യ ആത്മാവിൻ്റെ വേണ്ടതായ രക്ഷയ്ക്ക് വേണ്ടി, അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യമാണ് നമ്മൾ ചോദിക്കേണ്ടത്, നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഇപ്പോൾ നേരെ ഒരു ഉദാഹരണം തന്നെ ചോദിച്ചോ. നമ്മളിപ്പോൾ ഒരു പെൺകൊച്ച് നമ്മുടെ വീട്ടിൽ പിറന്നാൽ നമ്മൾ ഉടനെ ചിന്തിക്കണം, അയ്യോ പെൺകൊച്ചാണല്ലോ പിറന്നത്. എന്താ പെൺകൊച്ചാണെന്ന് പറയുമ്പോൾ തന്നെ ചിന്തയാണ്, ഓ ഇത്ര സ്ത്രീധനം കൊടുക്കേണ്ടി വരുമല്ലോ, അതിനിപ്പോഴേ തന്നെ ഒരുമിച്ച് കൂട്ടണമല്ലോ. അതുകൊണ്ട് നമുക്ക് ആ സ്റ്റേറ്റ് ബാങ്കിൽ ഒരു മാസം 1000 രൂപ അടയ്ക്കണം, ഒരു ലോൺ ലോണല്ല, ഒരു ഡെപ്പോസിറ്റ് ചേര്. മനുഷ്യ പെങ്കൊച്ചാണ് പറഞ്ഞേക്കണം, മനസ്സിലായിട്ടില്ല. എന്ത് വിചാരിച്ചിട്ടാണ്? ഇതിന് 25 വയസ്സാകുമ്പോൾ ഇത്ര ലക്ഷം സ്ത്രീധനം കൊടുത്താലല്ലേ കെട്ടിക്കാൻ പറ്റുള്ളൂ. എവിടെ നിന്ന് കാശ് ഇങ്ങനെ എടുത്ത്? നീ എന്ത് വിചാരിച്ചിങ്ങനെ ജീവിക്കണേ? ഇങ്ങനെ പെണ്ണുങ്ങളോട് തന്നെ ചോദിക്കുകയാണെന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് ക്രിസ്ത്യാനി, കത്തോലിക്കൻ്റെ ഹൃദയമാണ് ഈ കേൾക്കണത്. എന്തൊരു അജ്ഞതയും അന്ധകാരവുമാണെന്ന് നമ്മളൊന്ന് നോക്കി. എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയുന്നതിന്. ഇത് ഒരു എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കും, എന്നാൽ പച്ചപ്പരമാർത്ഥമാണിത്. നമ്മൾ ഈ ജനിച്ചു വീണ കുഞ്ഞിൻ്റെ ആത്മാവിൻ്റെ രക്ഷയുടെ കാര്യമാണോ അവിടെ നോക്കുന്നത്? പറയും. ഇനി അതിന് 3-4 വയസ്സാകുമ്പോഴേക്കും നമ്മൾ എങ്ങനെയെങ്കിലും ഇതിനെ നല്ല സ്കൂളിൽ പഠിപ്പിക്കണം കേട്ടോ, സിസ്റ്റർമാരെ നടത്തുന്ന സ്കൂളിൽ കോൺവെൻറ്റ് എഡ്യൂക്കേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ അച്ഛന്മാരുടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അതിന് ഇത്ര ഡെപ്പോസിറ്റ് കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം. ഇതൊക്കെ നമ്മൾ അന്വേഷിക്കും. എന്നാൽ ഈ കൊച്ചിൻ്റെ ആത്മാവിന് ആദ്യം വേണ്ടത് എന്താ? ഈ കൊച്ചിൻ്റെ ആത്മാവിന് ആദ്യം വേണ്ടത് എന്താ? സ്നേഹമുള്ളവരെ, അടിസ്ഥാനപരമായൊരു മാറ്റം ഉണ്ടാകണം നമുക്ക്. അടിസ്ഥാനപരമായി ഈ കുഞ്ഞുനാളിൽ തന്നെ ഈ കുഞ്ഞിൻ്റെ ആത്മാവിലേക്ക് കൊടുക്കേണ്ട പ്രസാദവരം ദൈവത്തിൻ്റെ സ്നേഹവും വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇതാണ് ഈ കുഞ്ഞിലേക്ക് പകരേണ്ടത്. അതിന് നമ്മളിൽ എന്താണുള്ളത്? എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇത് നമ്മൾ പള്ളിയിൽ ചെയ്യുന്നോ വേദോപദേശ ക്ലാസ്സിൽ ചെയ്യുന്നോ വിചാരിച്ചിരിക്കാനല്ല വേണ്ടത്. ഇവിടെ അപ്പനെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളിൽ ഏത് അപ്പനാണ്? അപ്പനാണ് കുടുംബത്തിലെ കാരണവർ. അപ്പനാണ് മാതാപിതാക്കളിൽ, അപ്പനിലൂടെയാണ് മക്കളിലേക്ക് ദൈവികത ആദ്യം പകരുന്നത്. അപ്പൻ. അപ്പോൾ അപ്പൻ തന്നെ പറയാമെന്ന് വിചാരിച്ചോ, ഏടി മക്കളെ ഈ അമ്മയ്ക്ക് വട്ടാണ്, വെറുതെ ഇത്രയും പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ദൈവം ഉണ്ടെന്നൊക്കെ പറഞ്ഞത് വെറുതെ പറയണതാണ് എന്ന് അപ്പൻ പറയുകയാണെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഭയങ്കര വിദ്യാഭ്യാസമുള്ള അപ്പന്മാരുണ്ട് നമ്മുടെ കൂടെ, അവർ പറയുന്ന കാര്യങ്ങളടുത്ത്. ഇതാണ് നമ്മളുടെ ഒരു വശത്തെ അവസ്ഥ. എന്നാൽ വേറെ വശത്ത് വളരെ വളരെ ആത്മീയമായ റെസ്പോൺസിബിലിറ്റി. അപ്പന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഹീസ് എ റെസ്പോൺസിബിൾ പേഴ്സൺ.
ആ അപ്പൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് കുടുംബത്തിൽ ദൈവാനുഭവം കൊണ്ടുവരിക, ദൈവീകമായ പരിപാലന കൊണ്ടുവരിക എന്നുള്ളത്. അങ്ങനെയുള്ള ധാരാളം അപ്പന്മാരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അവർ വളരെ കൃത്യമായിട്ട് മക്കളെ പാരൻറ്റിങ് ഫോർമേഷൻ അവർ ചെയ്യുന്ന അപ്പന്മാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ അപ്പന്മാരുണ്ടാകണം. നമ്മൾ കുടുംബത്തിൽ ഒരപ്പൻ്റെ സ്ഥാനത്ത്, ഇപ്പോൾ നമ്മൾ ഫാദേഴ്സ് ഡേ എല്ലാം ആഘോഷിച്ചു. ഒരപ്പൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളത് എൻ്റെ അപ്പൻ അതിലൊരു നല്ല മോഡലായിരുന്നു. എനിക്കത് നല്ല ചാരിതാർത്ഥ്യമുള്ളൊരു കാര്യമാണ്. 10 മക്കളുണ്ടായിരുന്നു ഞങ്ങൾ. 2 പേര് നേരത്തെ മരിച്ചു. എന്നാൽ 8 മക്കളെയും ഒരു സെമിനാരിയിൽ എന്ന പോലെ കൃത്യസമയത്ത് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാനും കുടുംബത്തിൽ ആ കുടുംബ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് വചനം വ്യാഖ്യാനിച്ചും വചനം പഠിപ്പിച്ചും പ്രാർത്ഥനയെല്ലാം നിർത്തി ചെല്ലിച്ചെല്ലാം. അപ്പം നമ്മളെ ലോകം മുഴുവനും നന്നാക്കാൻ നോക്കണം. എന്നാൽ ആദ്യം നമ്മളെവിടെ നന്നാവണം? നമ്മുടെ കുടുംബം, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കളിലേക്ക്. അതാണ് മക്കൾ മീൻ ചോദിച്ചാൽ അതവരുടെ ആന്തരികമായ ഒരു ദാഹത്തെയാണ് അവിടെ പറയുന്നത്. എല്ലാ മക്കളുടെയും അന്തരാത്മാവ് ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നുണ്ട്. അത് നമ്മളറിയാതെ, അവർ ചോദിക്കാതെ നമ്മളത് കണ്ടുപിടിക്കണം. അവരുടെ ആത്മാവിൻ്റെ ദാഹം നമ്മൾ കണ്ടുപിടിക്കണം. അവരുടെ ആത്മാവിൻ്റെ ദാഹം ശമിപ്പിക്കണം. അവൻ്റെ ആത്മാവിൻ്റെ ഭക്ഷണം നമ്മൾ കൊടുക്കണം. അപ്പോൾ എന്താണ് അവരുടെ ആത്മാവിൻ്റെ ഭക്ഷണം? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുമോ? എന്നിട്ട് പറയാണ്, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ. അടുത്ത വാക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ദുഷ്ടരായ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മനുഷ്യരായ നമ്മൾ ദൈവമൊന്നുമല്ല, ദൈവപിതാവുമല്ല. ദൈവപിതാവിൻ്റെ ആ വാത്സല്യത്തെ അടുത്തേക്ക് നമ്മൾ നിൽക്കുന്നില്ല. എങ്കിലും നമുക്ക് നമ്മുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കണമെന്നാണ് ആഗ്രഹം. എങ്കിൽ ദൈവപിതാവ്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയാണ്. സ്വർഗസ്ഥനായ പിതാവ് ചോദിക്കുന്നവർക്ക്, ഇവിടെയാണ് നമ്മൾക്ക് കോൺസെൻട്രേഷൻ. എത്രയധികമായി എല്ലാ ദാനങ്ങളുടെയും ഉറവിടമായ പരിശുദ്ധാത്മാവിന് നൽകുകയില്ല. സ്നേഹമുള്ളവരെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ അറിയാമെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോരാ. അപ്പോൾ ഒന്ന് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്ന 3 അപ്പം ഒന്നിച്ച് കിട്ടണം. അത് പ്രധാന ഒരു ബോധ്യമായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് വിശ്വാസം മാത്രം കിട്ടിയാൽ പോരാ. സ്നേഹമില്ലാത്ത വിശ്വാസമില്ലാത്ത സ്നേഹം, പ്രത്യാശയില്ലാത്ത വിശ്വാസം. നമ്മൾ വിശ്വാസിയാണ്, പള്ളിയിലൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്, കുർബാന കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിനു പറയണേ എൻ്റെ തമ്പുരാനെ, ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് പ്രയോജനം, എങ്ങനെയെങ്കിലും ഒന്നങ്ങ് മരിച്ചാൽ മതി. ഇപ്പോൾ എവിടെയാ പ്രത്യാശ? കുർബാന കഴിഞ്ഞ് വരുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയിലൂടെ വളരെ ശ്രേഷ്ഠമായ ഒരു ആവശ്യമുണ്ട്. നമ്മൾ സമയം കഴിഞ്ഞു, ഇപ്പം നിർത്താൻ പോവുകയാണ്. ഓരോരുത്തർ ഫീലേഴ്സ് വിടണമായിരിക്കാണ്. ഓരോരുത്തരുടെ മെസ്സേജ് കിട്ടുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇറ്റ് ഈസ് എ വാർണിംഗ് ഫോർ മീ, ടൈം ഈസ് ഓവർ. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? മറ്റൊരു സ്ഥലത്ത് ഈശോ പറഞ്ഞിട്ടുണ്ട്, അളന്നല്ല പരിശുദ്ധാത്മാവിന് നൽകുന്നത്.
അതായത് ദൈവം നൽകുന്ന ദൈവത്തെ തന്നെയാണ് ദൈവം നൽകുന്നത്. ദൈവത്തെ തന്നെയാണ് ദൈവം നൽകുന്നത്. പരിശുദ്ധാത്മാവിനെ നൽകുമ്പോൾ പിതാവിനെ പുത്രനെയും മാറ്റി നിർത്തിയിട്ടാണോ പരിശുദ്ധാത്മാവിനെ നൽകുന്നത്? അതാണ് ത്രിത്വത്തിൻ്റെ ഐക്യത്തെക്കുറിച്ചാണ് മൂന്ന് എന്നുള്ള സംജ്ഞ. അളന്നല്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ആ വ്യക്തിനെ എങ്ങനെ അളക്കണേ? അപ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകും, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നൽകുമെന്നെല്ലാം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വസ്തുവോ ഒരു സബ്സ്റ്റൻസോ അല്ല. ഇറ്റ് ഈസ് വൺ സബ്സ്റ്റൻസ് വിച്ച് ഈസ് യുണൈറ്റഡ്. അത് ദൈവം തന്നെയാണ്. ഇവിടെ നിർത്താം. എന്നിട്ട് നമുക്കൊന്ന് ശരിക്കും ആത്മാർത്ഥമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം.